പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു തമിഴ് പാട്ടാട്ടോ പഠിപ്പിക്കാൻ പോകുന്നത്. ഒരു തമിഴ് പാട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിന്ന് പഠിക്കാം. വാരണം ആയിരം എന്ന സിനിമയിലെ നെഞ്ചുക്കുൾ പെയ്തിടും ആ മഴ എന്നുള്ള പാട്ട്. നെഞ്ചുക്കുൾ പെയ്തിടും ആ മഴ, ആ പാട്ട് പഠിക്കാം. അപ്പോൾ ഇത് ഞാൻ എഴുതി വെച്ചിട്ട് കുറേ നാളായി കേട്ടോ. ഇതങ്ങനെ എഴുതി വെച്ച സമയത്ത് കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഫുൾ ലൈൻ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഞാൻ ഫുൾ ലൈൻ കൊടുത്തേക്കാം. ഞാൻ എന്തായാലും കുറച്ച് മാത്രം പഠിപ്പിക്കാം. ഓക്കെ, എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുള്ള അതുകൊണ്ട് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാരണം ഞാൻ ഇച്ചിരി സ്ലോ ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ഇനി കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു കാര്യം പറയുക, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന കറക്റ്റ് എല്ലാം തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോ. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ച ആളല്ല, യൂട്യൂബ് നോക്കി പഠിച്ച ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കാണണമെങ്കിൽ അപ്പോഴേ സ്കിപ്പ് ചെയ്ത് പോവുക. അല്ല കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാനത് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല, 72 മേളകർത്തരാഗങ്ങൾ പഠിച്ചിട്ടില്ല, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു. ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. യൂട്യൂബ് നോക്കി ഫ്ലൂട്ട് വായിക്കാൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ കുറച്ച് എക്സസൈസുകളും കാര്യങ്ങളും മാത്രം ചെയ്താണ് ഞാനിത് പഠിച്ചത്. അല്ലാതെ വർഷങ്ങൾ കൊണ്ട് ഇതിൻ്റെ പുറമേ നടന്ന ആളൊന്നുമല്ലേ. എനിക്കൊരു പാട്ട് പഠിക്കണം, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ഇപ്പം മറ്റുള്ളവരും കൂടെ എന്നെപ്പോലെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സിയുടെ ഫ്ലൂട്ട് കേട്ടോ. ഏത് ഫ്ലൂട്ടാണെങ്കിലും കുഴപ്പമില്ല, സി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, സിയുടെ ഫ്ലൂട്ട് കേട്ടോ. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കോമൽസ്വരങ്ങളൊന്നുമില്ല, പഠിക്കുക എളുപ്പം കേട്ടോ. ഈ സരിഗമയും നമ്മുടെ കുറച്ച് എക്സസൈസുകളൊക്കെ ഉണ്ട് ഇതിന് ഞാൻ പറഞ്ഞു തന്നെ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും പാട്ടൊന്ന് ആദ്യം വായിക്കാം. അപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങളിത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്കിത് കറക്റ്റാന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഞാനും ഇത് പെർഫെക്റ്റ് ആണെന്നൊന്നും പറയത്തില്ല. ഫസ്റ്റ് ലൈൻ വരുന്നത് കാണാതെ അറിയത്തില്ല കേട്ടോ. സ സരി രി രി സരി ഗ സ സ സ സരി രി സരി ഗ സ. ഞാൻ പറഞ്ഞതിലോട്ട് പതുക്കെ വേണം വായിക്കാൻ, പതുക്കെ തന്നെ വായിച്ചിരിക്കാം. ഈ സംഭവം ഇതിനകത്ത് വേണം. ഇങ്ങനെയും വായിക്കാം, ഇങ്ങനെയും വായിക്കാം. ഓക്കെ, ഇഷ്ടമുള്ള രീതി വായിക്കുക. സ സ രി രി, രിക്ക് ഒരു ടച്ച് ഉണ്ട് കേട്ടോ. സ സ രി 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 സ സ സ രി 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 സ. സായ്ക്ക് അത് നമ്മൾ 2 ടച്ച് കൊടുക്കും. സ സാരി സ സാരി രി, പിന്നെ രിക്ക് ഒരു ടച്ച് കൊടുക്കണം. സ സ രി 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 സ, 2 ടച്ച് കൊടുക്കും. അത് വാ വെച്ചാൽ മതി. ഓക്കെ, വീണ്ടും ഒരു രി വരുന്നുണ്ട്. സ സ രി 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 സ രി. ആ രിക്ക് ടച്ച് കൊടുക്കേണ്ടത് സായിലായിരിക്കണം. ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, കാരണം ഇതിനകത്ത് 2-3 സ്ഥലത്ത് നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. പതുക്കെ കേൾപ്പിച്ചു തരാം. സ സ രി 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 സ രി ഗ സ സ സ രി 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 സ സ സ രി 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 സ രി ഗ സ ഗ സ. ഗായന്ന് സായിലോട്ട് പതുക്കെ വരണം. സ സ രി 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 സ രി ഗ സ. അടുത്ത് നമ്മൾ ദാന്ന് തുടങ്ങുന്നത്. ധ സ സ സ സ രി നി ദ പ. ധ സ സ സ രി. വാ വെച്ചാൽ 2 നയിക്കാലും മതി. പതുക്കെ കയ്യിലോട്ട് തന്നെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. കൈ കാണാൻ പറ്റുമല്ലോ.
ദാദാസ 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 സരി നീത പ സരി രി സരി ഗ സ ദാദാസ സരി നീത പ. ഇങ്ങനെ വായിക്കാം, ഇങ്ങനെ അടിച്ചടിച്ച് വായിക്കാം. പ്ലെയിനായിട്ടും വായിക്കാം. അതൊറ്റ ലൈനാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിട്ട് എഴുതി വെക്കാം. സരി രി സരി ഗ സ ദാദാസ സരി നീത പ. അടുത്ത ലൈൻ. ഈ പാ ശ്രദ്ധിച്ചോണം, ഹൈ പിച്ച് പായല്ല, ലോ പിച്ച് പായ. അതായത് ഞാൻ പറഞ്ഞ ഹൈ പിച്ച് പായും ലോ പിച്ച് പായും പാട്ടുകളിൽ വരും. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം കേട്ടോ. പപ്പാനി നീ സദനി സരി. അത് നിങ്ങൾ സാവധാനത്തിൽ വായിച്ച് ആ വരി കറക്റ്റാക്കി എടുക്കണം. ഈ വരിയിലെ എല്ലാ വരിയും സാവധാനം വായിക്കുള്ളൂ. പപ്പാനി നീ സ പപ്പാനി നീ സ ധനി സരി. ഇതാണ് അടുത്ത ലൈൻ. പപ്പാനി നീ സ. അപ്പോൾ വാ വെച്ചനെ പപ്പാനി നീ എന്ന് വായിക്കണം. പപ്പാനി നീ സദനി സരി. വാ വെച്ചനാന്ന് ആക്കിയേ. ഇങ്ങനല്ല അടിച്ചത്, ഇങ്ങനല്ല അയച്ചത്, ഇങ്ങനല്ല ഞാൻ വായിച്ചത്. ഇത് പറഞ്ഞാൽ നാക്കുകൊണ്ട് വായിക്കേണ്ട സ്ഥലത്ത് നാക്കുകൊണ്ട് തന്നെ വായിക്കണം. പപ്പാനി നീ സദനി സരി. അതിലൊരു നീട്ടമുണ്ട് കേട്ടോ. നീ സരി സഗാരി ഗരിസ. ഇങ്ങനെ കേട്ടോ വരുന്നേ. നീനി നീനീസ രീസ നീനീസ. അല്ലാതെ നീനീസ ഇങ്ങനെ വായിക്കില്ല, സരിസാന്ന് വായിക്കരുത്. നീനി സരി സഗാരി ഗരിസ. ആ ഗായ്ക്കൊരു നീട്ടമുണ്ട്, അരിക്കൊരു നീട്ടമുണ്ട്. നീനി സരി സഗാരി ഗരിസ നീനി സരി സ നീനി സരി സ നീനി സരി സ സീസ. അത് സ്ലോ ഒരു ഇതായിട്ട് പാടണം. നീനീസ എന്ന കൈ എടുത്തിട്ട് ഇത്. നീനി സരി സഗാരി ഗരിസ ഗരിസ. അപ്പോൾ ഈ ലൈൻ്റെ തന്നെയാണ് റിപ്പീറ്റും വരുന്നത്. ഓക്കെ, ഈ സെയിം ലൈൻ തന്നെയാണ് റിപ്പീറ്റും വരുന്നത്. ഈ 3 ലൈൻ ഇപ്പോൾ പറഞ്ഞാൽ ഈ 3 ലൈൻ തന്നെയാണ് റിപ്പീറ്റും താട്ട് വരുന്നത്. പക്ഷേ ലാസ്റ്റത്തെ ലൈനകത്ത് വരുമ്പോൾ ആ ഗരിസ കാണത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ ആ വരിയിലെ ആ ഗരിസ അവിടെ കാണത്തില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കി അത് തന്നെ കേട്ടോ. അതിനകത്ത് ലാസ്റ്റ് ലൈൻ വരുമ്പോൾ ഇങ്ങനെ വരും. അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ലൈൻ വരുമ്പോൾ ഫസ്റ്റ് ലൈനകത്ത് വരുമ്പം ഗരിസ വരും, രണ്ടാമത്തിനകത്ത് ആ ഗരിസയില്ല, ഗരി വരെ വരത്തുള്ളൂ. അപ്പം ഇതാണ് 6 ലൈൻ. ഇത് രണ്ടും 2 പ്രാവശ്യം വായിക്കുമ്പോൾ 6 ലൈനാവും. ഓ ശാന്തി ശാന്തി ഓ ശാന്തി, ആ ഒരു ലൈൻ. ഓക്കെ, ഈ ലൈന് വരുന്നത് രിഗ മാപ്പ മഗരി സരി പാപ്പ രിഗ മാപ്പ
രി ഗ മ പ മ ഗ രി സ രി പ പ. ഹൈ പിച്ച് വരുന്ന കേട്ടോ. പ പ വരുമ്പോൾ ഈ പ ഹൈ പിച്ച് കേട്ടോ. ഈ പായ ഹൈ പിച്ച് വരും. അപ്പം രി ഗ മ പ മ, ആ പ ഹൈ പാടിയിട്ട് തിരിച്ച് മായിലോട്ട് ലോയിലോട്ട് തന്നെ വരുന്നത്. രി ഗ മ പ മ ഗ രി സ രി പ പ. ഈ സരി എന്നുള്ളതും ലോ പിച്ചാണ്. ആ പാ പിടിക്കുമ്പോൾ ഹൈലാവണം, അല്ലാതെ ഇങ്ങനെ വരല്ലേ, ഇങ്ങനെ വരല്ലേ. ഇങ്ങനെ തന്നെ പാടണം. ഒന്നുകൂടെ പറയാം. രി ഗ മ പ മ ഗ രി സ രി പ പ. അടുത്ത ലൈൻ. ഇത് ഏകദേശം അതേപോലെ തന്നെയാണ് വരുന്നത്. രി ഗ മ പ മ ഗ രി, രി ഗ മ പ മ ഗ രി സ സ രി ഗ രി. രി ഗ എന്നുള്ള പതുക്കെ കാണിച്ചു തരാം. രി ഗ മ പ മ ഗ രി സ രി. അത് തെറ്റിപ്പോരുത്. രി ഗ മ പ മ ഗ രി സ രി ഗ രി. ആ രി വരുമ്പോൾ ഒരു ടച്ച് കൊടുക്കണം, ഇങ്ങനെ ഒരു ടച്ച് കൊടുക്കണം. ഇങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. അതെനിക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ വെക്കാം, നമുക്ക് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് ഇപ്പം നമ്മൾ പറഞ്ഞു തന്നത് ഓ ശാന്തി ശാന്തി ഓ ശാന്തി എന്നുയിരേ ഉയിരേ നീ, അങ്ങനെ വരുന്ന ലൈനാണ്. വീണ്ടും ഇതേ സെയിം ലൈൻ തന്നെയാണ് വരുന്നത്. ഈ ലൈൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇച്ചിരി ഇതായിട്ട് തോന്നും. റിയിൽ നിന്നും ദായിലേക്ക് വരണം. ഇതാണ് രി. ദായിലേക്ക് വരുമ്പോൾ ഹൈ പിച്ച് ആവണം. രി പിടിച്ചിട്ട് ഈ 3 വെള്ളം ഒരുമിച്ചാകണം. അപ്പോൾ ഹൈ പിച്ചിലോട്ട് വരും. അതിനോട്ട് ഒന്ന് പറഞ്ഞു തരാം ആദ്യം. രി രി മ പ മ ഗ രി സ. രി ഗ മ പ മ ഗ രി സ ഗ രി സ. രി ഗ മ പ മ ഗ രി സ രി രി ദ പ രി രി ദ പ. ഓക്കെ, ഈ ലൈൻ വരുന്നത് ഇങ്ങനെ കേട്ടോ. രി ഗ മ പ മ ഗ രി സ രി രി ദ പ. രി രി ദ പ എന്നാണ് വരുന്നത്. രി ഗ മ പ മ ഗ രി സ. അത് സ്ലോ ആക്കാൻ പാടില്ല. ഈ ഗാരീസ എന്ന് വരുന്നത്, ഗാരീസ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കണം കേട്ടോ. ഗാരീസ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ രീതിയിലോട്ട് വരണം. വാ വെച്ച് തന്നെ ആ രീ 2 പ്രാവശ്യം വായിക്കേണ്ടി വരും. അല്ലാതെ കൈ പൊക്കി കഴിഞ്ഞാൽ ആ രീ കിട്ടത്തില്ല. സായിൽ നിന്ന് രീതിയിലോട്ട് വരുമ്പോൾ ഒരു രീ നമ്മൾ വാ വെച്ച് വായിക്കേണ്ടി വരും. രി ഗ മ പ മ ഗ രി സ രി രി ദ പ രി രി ദ പ. റിയിൽ നിന്ന് ദായിലേക്ക് വരണം. രി രി ദ പ രി രി മ പ മ ഗ രി സ രി രി ദ പ രി രി ദ പ. അടുത്ത ലൈൻ. രി ഗ മ പ മ ഗ രി സ സ രി ഗ രി. രി ഗ മ പ മ ഗ രി സ സ രി ഗ രി. ഇത്രയാണ് ലൈൻ. ഓക്കെ. രി ഗ മ പ മ ഗ രി സ. ഗാരീസ ഉണ്ട് കേട്ടോ. രി ഗ മ പ മ ഗ രി സ സ രി ഗ രി സ രി ഗ രി. 2 രീ വേണമെങ്കിൽ വായിക്കാം, 1 രീ അടച്ച് വായിക്കാം. ഞാൻ പറഞ്ഞ അടിച്ച് നിർത്താം, അല്ലെങ്കിൽ 1 രീ നിങ്ങൾക്ക് വായിക്കാം.
ഇങ്ങനെ വായിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. വീണ്ടും ഫസ്റ്റ് ലൈൻ മുതലാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ ബാലൻസ് ലൈൻ ഉണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ ബാലൻസ് ലൈൻ ഉണ്ട്. ബാലൻസ് ലൈൻ ഞാൻ ഒരു ലൈൻ മാത്രം ജസ്റ്റ് ഒന്ന് വായിക്കാം. അടുത്ത ലൈൻ ഏത് കൊണ്ട് അങ്ങനെ തുടങ്ങുന്ന ലൈനുണ്ട്. ബാലൻസ് ഉണ്ട്. ബാലൻസ് ഞാനും അത്ര കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. ഇതേപോലെയാണ് ബാലൻസ്. എന്തായാലും ഞാൻ ഫുൾ നോട്ട് ഞാൻ കൊടുക്കും. ഫുൾ നോട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾക്ക് അവിടുന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. നിങ്ങൾക്ക് സമയം അനുസരിച്ച് ബാക്കി പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇത്ര ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഫുള്ളും കൊടുത്തേക്കാം. സ്ക്രീനിൽ ഞാൻ പഠിപ്പിച്ച അത്രേൻ്റെയും കറക്റ്റായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. കോമൽ സ്വരങ്ങളൊന്നുമില്ല. ഇതിൽ ഹൈ പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അത് ഞാൻ പറഞ്ഞല്ലോ. ഈ പാ വരുന്നതിനകത്തൊക്കെയുള്ള ഹൈ പിച്ച് വരുന്നത്. എല്ലാത്തിനകത്തും ഹൈ പിച്ച് ഇല്ല. പിന്നെ ആ ദായിക്കകത്ത് ഒരു ഹൈ പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് സാവധാനം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കിട്ടും. കിട്ടാതെ എങ്ങും പോകത്തൊന്നുമില്ല. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ എനിക്കത് വരുന്നില്ല അങ്ങനെ പറയരുത്. എൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കയറി കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കും. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.